ഒരു 4 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പം അതിനകത്ത് 10-11 വ്യൂസ് കിട്ടി. ഞാനിപ്പം ചിന്തിച്ച് കൊണ്ട് കിടന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ വണ്ടിയുടെ മീറ്ററിൻ്റെ വീഡിയോ എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു 7 കിലോമീറ്റർ അങ്ങോട്ടും 7 കിലോമീറ്റർ ഇങ്ങോട്ടും, ഇങ്ങനെയാണെങ്കിൽ ഒരു അത്രയും കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. അവിടെ കാണാൻ പോയി ഇച്ചിരി സമാധാനത്തോടെ നിന്നുകൊണ്ട് കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങിപ്പോയി. പിന്നെയാണ് ചിന്തിച്ചത് ഇവിടെ തന്നെ ഇരുന്ന് വല്ലാത്ത കാര്യങ്ങൾ പറയാം. അങ്ങോട്ട് പോയി എവിടെയെങ്കിലുമൊക്കെ പോയി തൊലഞ്ഞ് തിരിച്ചു കയറി വന്ന് ചിലപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് വരുന്ന വഴിക്കായിരിക്കും എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ച് പിന്നെ വീഡിയോ ചെയ്യാനെ കൊണ്ട് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനെ കൊണ്ട് ആളില്ലാതില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പണിയാവും. അതുകൊണ്ട് ഇപ്പം മനസ്സിൽ അങ്ങനെ തോന്നിയോണ്ട് ഇപ്പം അങ്ങോട്ട് പോയില്ല. അല്ലേ വണ്ടിക്കകത്ത് കയറി സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയി നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാൻ വിചാരിച്ച്. എന്തെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ പറയാനെ കൊണ്ട് ഇപ്പോൾ കിടന്ന് ആലോചിച്ചപ്പോൾ മനസ്സിൽ വന്നു. പക്ഷേ വീഡിയോ ക്യാമറ ഓണാക്കി സംസാരിക്കുമ്പോഴത്തേക്ക് ഒന്നും കിട്ടുന്നില്ല. ആദ്യമേ നമുക്ക് എന്തായാലും അന്ന് ചെയ്ത വീഡിയോയ്ക്ക് 11 വ്യൂസ് ഉണ്ട് കേട്ടോ. അത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ മെയിൻ കണ്ടന്റ് ടൈറ്റിൽ കൊടുത്തവർക്ക് മനസ്സിലായി കാണും. വലിച്ചു നീട്ടാതെ പെട്ടെന്ന് കാര്യങ്ങളൊന്ന് പറയാം. 1% എനിക്ക് നല്ല ഉറപ്പുണ്ട്, 1% അവളുടെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ വളയും. 99% വളയായിരിക്കാനാണ് ചാൻസ്. ഒരു വായ 2 വർത്താനം പറയുന്ന പോലെ കാര്യം പറയാം. എനിക്ക് അവളെ പുറകെ നടന്ന് വളച്ച് ഇതാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ വേറൊരു കാര്യത്തിൽ നോക്കുമ്പം സത്യം പറഞ്ഞാൽ ഇപ്പം അന്ന് ഇത് ഉണ്ടായി അവള് ഇതിങ്ങനെ സീനാക്കും എന്നൊക്കെ പറഞ്ഞ് മറ്റേ വീഡിയോ കാണുന്നതെന്ന് താല്പര്യമുള്ളവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം. അതിനകത്ത് പ്രോപ്പർ കഥ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതായി. പിന്നെ ഞാൻ അങ്ങനെ ശല്യം ചെയ്യാനേ പോയിട്ടില്ല. അപ്പോൾ കുറച്ച് ശതമാനക്കണക്കുകൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊന്നും, അല്ലെ പണ്ടുള്ളവർക്കാണേലും ഇപ്പോഴുള്ളവർക്കാണേലും കുറേ പേർക്ക് ഇത് ദഹിക്കത്തില്ല. കുറച്ച് പേര് ഈ പ്രേമിക്കുക ഇതെന്നൊക്കെ പറയുമ്പോൾ ചില കുൽസിതങ്ങൾ മാത്രം ഏർപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക എന്നുള്ള ഉദ്ദേശം എന്നൊക്കെ വെച്ചിട്ടായിരിക്കും ഇതിനൊക്കെ ഇതാക്കുന്നത്. ഒരാളുടെ ജീവിതത്തിൽ സ്വസ്തി നഷ്ടപ്പെടുത്തുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ചുമ്മാ സമയം പോക്കിന് എന്തൊക്കെ കുൽസിതങ്ങളിൽ ഏർപ്പെടുന്നു, അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്നു. ഇപ്പം എന്താന്ന് വെച്ചാൽ ഒരു 80% എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പൈസ ഒപ്പിച്ച് ക്യാഷ് മണി ഇതൊക്കെ വേണം. എന്നാലേ ഒരു പെണ്ണിൻ്റെ കുറേ പോയി നടന്ന് ഇതാക്കി അത് സെറ്റാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു 10% നമ്മുടെ ഹെൽത്ത് ഓക്കെ ആയിരിക്കണം. പിന്നെ ഒരു 10% അല്ലെ 9.9% എന്താണെന്ന് വെച്ചാൽ മറ്റ് ചില സാധനം. പിന്നെ 1% പറയുമ്പോൾ ഇത് മാത്രം പോരല്ലോ. പറയാതെ എങ്ങനെ ഇരിക്കും. പിന്നെ കുറേ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചായിരുന്നു. വീഡിയോ എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് എല്ലാം മറന്നു. അതാണ് മെയിൻ കാര്യം. ചിലപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും, ചിലപ്പോൾ അപ്ലോഡ് ചെയ്യത്തില്ലേ. ഇങ്ങനെ കണ്ടമാനം ചിന്തിച്ച് വല്ലാണ്ടാവും. അതിനെന്തോ നെർവസ് ആവുന്നോ എന്തൊക്കെ പറയും. സത്യം പറഞ്ഞാൽ സങ്കടമൊക്കെ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇതിപ്പം അതിൻ്റെ മാത്രമല്ല മെയിൻ സാധനം. നമുക്ക് അങ്ങോട്ട് ഇഷ്ടം തോന്നിയിട്ട് തിരിച്ചുള്ളവർക്കും ഇങ്ങോട്ട് ഇഷ്ടം തോന്നണമല്ലോ. അതിന് കുറേ സാധനങ്ങളുണ്ട്. ഒന്നെങ്കിൽ സിമ്പതി എമ്പതി തോന്നി ഒരാൾക്ക് ഇങ്ങോട്ട് കുറേ നടക്കുമ്പോൾ ഇങ്ങോട്ട് ഇഷ്ടം തോന്നി അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഇതാക്കും. പക്ഷേ ഞാൻ
സത്യം പറഞ്ഞാൽ ഇപ്പം പുറകെ നടന്ന് ശല്യം ചെയ്ത് ഇതാക്കാത്തത് എന്തായാലും കാര്യമെന്ന് തന്നെ തോന്നുന്നു. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ഇതായാലും നമ്മൾ മുൻപോട്ട് പോകണമല്ലോ, മുൻപോട്ട് കാര്യങ്ങൾ പോകണം. പെട്ടെന്ന് ഒരു പെണ്ണിൻ്റെ പുറകെ പോകുന്നു, അവളെ വളയ്ക്കുന്നു, അതിൻ്റെ ഇൻട്രസ്റ്റ് പോയി കഴിയുമ്പം ഉത്സവങ്ങളിലൊക്കെ ഏർപ്പെടുകയോ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഇതാക്കാനൊന്നും നോക്കത്തില്ലല്ലോ. അപ്പം കുറേ നടന്ന് പ്രേമിച്ച് എല്ലാം സെറ്റായി പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് അയ്യോ എൻ്റെ വീട്ടിൽ അമ്മ വഴക്ക് പറയും, അല്ലേ എനിക്ക് ഇങ്ങനെ കുറേ പോരായ്മകളുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, അന്നൊന്നും പറയാനെ കൊണ്ട് അപ്പോൾ പറ്റില്ല. എന്തുകൊണ്ടും ബെറ്റർ ഇപ്പം തന്നെ ഈ ഒരു തീരുമാനം എടുത്തതാണ് തോന്നുന്നു നല്ലതെന്ന് തോന്നുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇപ്പോഴല്ല, പണ്ടുള്ള ആൾക്കാരാണേലും ഇപ്പോഴുള്ളവരാണേലും ചിലർ പ്രേമിക്കുന്നതിൻ്റെ ഉദ്ദേശം കുത്സിതങ്ങളിൽ ഏർപ്പെടുക എന്നൊക്കെയുള്ള ഇതൊക്കെ വെച്ചിട്ടായിരിക്കും. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഇതിലൊന്നും ഇല്ല. എന്തായാലും ഇപ്പം ഞാൻ ആലോചിക്കുന്നു, എന്തായാലും നന്നായി. പിന്നെ ഇത് അവൾ വളഞ്ഞു, അല്ലെ പ്രേമിച്ചിതാക്കി ബന്ധത്തിലൊരു ഏർപ്പെട്ട് പിന്നെ വേണ്ടാന്ന് നിർത്തുക, എന്തോരം അവരെ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കിക്കുക, പിന്നെ മറ്റേ ചില കണ്ണും നോക്കിയിരിക്കുക, പിന്നെ അവരുമായിട്ട് സംസാരിക്കുക, നമ്മുടെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ അവരുടെ അടുത്ത് അവരോട് പറയുക. അവർക്ക് ഇങ്ങോട്ട് സിമ്പതിയോടെ എമ്പതിയോടും കൂടി ഇഷ്ടമില്ലാതെ ഇങ്ങോട്ടും ഒരു ഇഷ്ടം തോന്നി ആക്കുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. മനസ്സിലായോ? അങ്ങനെ ഇതിനൊക്കെ പറഞ്ഞ വാക്കുകൾ കിട്ടുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ കാര്യത്തിലും പിന്നെ മുമ്പോട്ട് പോവുക, ഒഴിവാക്കിയിട്ട് പോകാനും അല്ലെ പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പോയിട്ട് ഒരാളെ ചതിക്കാനും പിന്നെ അത് കൊലപാതകത്തിൽ കലാശിക്കാനും കലിപ്പിൽ കലാശിക്കാനും മറ്റൊന്നിലും ഇടവാക്കാത്ത ഇരിക്കുന്നതായിരിക്കും ബെറ്റർ, അല്ലേ? ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം. കൂടുതൽ കാര്യങ്ങൾ ഓർക്കുമ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ചെയ്യാം. ഈ ക്യാമറ ഓണാക്കി ഇങ്ങനെ വീഡിയോ എന്തൊരു ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്ന് ചിന്തിച്ച് കാര്യങ്ങൾ ആക്കുമ്പോൾ മനസ്സിലെല്ലാം വരും. പക്ഷെ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ കുറേ അങ്ങ് മറന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിള്ളേർ അല്ലെ തിരിച്ചാണെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ലോയലായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് അങ്ങനെയാണെന്നൊന്നും പറയുന്നത്, എനിക്ക് കറക്റ്റ് ഇംഗ്ലീഷ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ ഇങ്ങനൊക്കെ തന്നെ കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ശരി എന്നാൽ.